ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പച്ചക്കളവ് പറയരുത്. നിങ്ങൾക്ക് വോയിസ് കിട്ടിയാണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്യാനും വേണ്ടി എന്തെങ്കിലും പറഞ്ഞുങ്ങാണ്ട് എന്ത് ചെയ്യരുത്, വിശുദ്ധ ഖുർആനിലെ ഒരു പച്ചക്കള്ളം പറയരുത്. അതുകൊണ്ട് നിങ്ങളായിട്ട് ഞാൻ നിർത്തി, വർത്താനം നിർത്തി. അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, എം മൊയ്തീൻകുട്ടി ഉസ്താദ് അവരുടെ സംസാരം നിങ്ങൾ കേട്ടുവല്ലോ. ഇദ്ദേഹത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. 2019 തിരുവിഴങ്ങാടി ഇദ്ദേഹത്തിൻ്റെ ബുക്ക് സ്റ്റാളിൽ വെച്ചിട്ട് ഇദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു. അതിൽ 4 പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു, വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം പടനയിലും എൻ്റെ ഭവനത്തിൽ വെച്ചിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 4 പണ്ഡിതന്മാരും വേറെയും അവരും ചർച്ച നടത്തിയിരുന്നു. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ആബിദ് മുഹമ്മദ് അലി MM എന്നടിച്ചാൽ കിട്ടും. ഇദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾ ചെറിയ രൂപത്തിൽ കേട്ടുവല്ലോ. എന്താണ് അദ്ദേഹം മറുപടി തന്നത് എനിക്ക്? ഞാനും ഇദ്ദേഹവുമായിട്ട് വിശ്വാസപരമായ കാര്യങ്ങൾ, തൗഹീദപരമായ കാര്യങ്ങളുമായി ചർച്ച നടത്തുമായിരുന്നു. ഇദ്ദേഹം കുറച്ച് മറുപടി തരുകയും ശേഷം അദ്ദേഹം മറുപടി തന്ന് നിങ്ങൾ കേട്ടുവല്ലോ എന്താണ് പറഞ്ഞതെന്ന്. നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്? ആ ഒരു ഭയം കൊണ്ടാണോ ഇദ്ദേഹം ഇനി നിങ്ങളോട് സംസാരിക്കാൻ പറ്റുകയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പം ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത ഇദ്ദേഹത്തിന് ഒരു ബാലപാഠവും പോലും ഇല്ല എന്നുള്ളതല്ലേ മനസ്സിലാവുന്നത്. കാരണം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്രയും ഒരു അറിവുകേട് വന്നത്? ഇദ്ദേഹം പഠിച്ചത് ഏത് കോളേജിലാണ്? നമ്മുടെ കാന്തപുരം ഔക്കർ ഖാൻ്റെ കൂടാരത്തിൽ പഠിച്ചതാണോ? അദ്ദേഹത്തെ സംബന്ധിച്ച് ഏവർക്കും അറിയുന്ന കാര്യമല്ലേ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്നത് അല്ല എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ. അർവാഹികളാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന്. അപ്പം അദ്ദേഹത്തെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രമാണം കൊണ്ട് മറുപടി പറയാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം പുരോഹിതന്മാരെ തിരിച്ചറിയുക, ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ വഴിയില്ല. ജനലക്ഷങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും ഇവർ. അസ്സലാമു അലൈക്കും. ഉസ്താദ് അവറുകൾ ഇന്നലെ രാവിലെയാണോ ഒരു നല്ലൊരു വിമർശനം നടത്തിയല്ലേ ഫോൺ മുഖേന? എന്തിൻ്റെ പേരിൽ? മരണപ്പെട്ടു പോയിരിക്കുന്ന അമ്പിയാവുലിയാക്കന്മാരോട് ഇസ്തിഗാസ നടത്താത്തതിൻ്റെ പേരിൽ, അവരോട് സഹായം ചോദിക്കാത്തതിൻ്റെ പേരിൽ ആ വിഷയം അടിസ്ഥാനമാക്കിയിട്ടാണ് നല്ലൊരു വിമർശനം ഉസ്താദ് അവർ ചെയ്തത്. അതായത് നിങ്ങൾ പിഴച്ച കക്ഷികളാണ്. എത്രത്തോളം എന്നാൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണെന്നും പറഞ്ഞിട്ടാണ് ഉസ്താദ് അവരോട് വിമർശിച്ചത്. അത് എത്രമാത്രം ശരിയാണെന്ന് ഉസ്താദ് അവരോട് മനസ്സിലാക്കണം. നാം ഏവരും വിശ്വാസപരമായ കാര്യങ്ങളും അഥവാ തൗഹീദിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പരിശോധിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ കലാം, 1-ാം പ്രമാണം ഖുർആൻ, 2-ാം പ്രമാണം സഹിഹ് ഹദീസ്, 3-ാം പ്രമാണം
ഇജ്മാഹി ഖിയാസ്, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഉസ്താദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മരണപ്പെട്ടു പോയ അമ്പിയാവുലാക്കന്മാരോട് സഹായം നടത്താൻ, ഇസ്തിഗാസ നടത്താൻ നമ്മൾക്ക് ഒന്നാം പ്രമാണമായ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ? അതിൻ്റെ ഏതാണ് ആയത്ത് എന്ന് ഉസ്താദ് അവർ വിശദീകരിച്ചാൽ വളരെയധികം ഖൈർ. ഏവർക്കും പഠിക്കാൻ അവസരമുണ്ടാവട്ടെ. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുക എന്നുള്ളതും സഹായം ചോദിക്കുക എന്നുള്ളതും അത് ശിർക്കാണെന്ന് ഖുർആനുണ്ട്, ധാരാളം തെളിവുകളുണ്ട്. അതാണ് നമ്മുടെ ഫാത്തിഹ സൂറത്ത്. എന്താണ് നമ്മൾ എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ ഓതുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഫാത്തിഹ എന്നുള്ള സൂറത്ത് അത് ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവാണ്. എന്തുകൊണ്ട്? ഈ തൗഹീദിൻ്റെ വിഷയങ്ങൾ അത് അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രാർത്ഥനയും പെട്ട്, സഹായവും പെട്ട്, ആരാധനയും പെട്ട്. അതുകൊണ്ടാണ്, അതാണ് അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുക അത് ശിർക്ക് തന്നെയാണ്. മറ്റും പ്രമാണങ്ങൾ പല തെളിവുകളുണ്ട്. സൂറത്ത് ഫാത്തിർ, അത് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം. ഈ തെളിവിനെ ഈ ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ചിട്ട് എന്താണ് മറുപടി പറയാനുള്ളത് ഒന്ന് പറയുക. ഉസ്താദ് അവരുടെ ചോദ്യം, ഞാൻ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നില്ലേ എന്നുള്ളതാണ്. ചോദിക്കാറുണ്ട്. എന്താണത് സംഭവം? നമ്മൾ എല്ലാ നമസ്കാരത്തിലും ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് സഹായം ചോദിക്കുക എന്ന് ചില മുസ്ലിയാക്കന്മാർ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ അവർ സാധാരണക്കാരന് ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ ഒരു മുസ്ലിയാർ ചോദിക്കേണ്ട ചോദ്യമല്ല, അതൊരു വിവരക്കേടാണ്. മനസ്സിലായില്ലേ? അതായത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദ ആയത്ത് നമ്പർ 2 അല്ലാഹു ഓപ്ഷൻ വെച്ചിരിക്കുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കർമ്മങ്ങളിൽ മറ്റും സഹകരിക്കണമെന്ന്. ആ ഒരു അടിസ്ഥാന ഖുർആനിൽ ആ ഓപ്ഷൻ ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്ന്, അതും മനുഷ്യർക്കോട് മാത്രം എന്നല്ലാതെ മറ്റ് മലക്കിനോടോ ജിന്നിനോടോ ഒന്നുമല്ല. മനുഷ്യൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ആവശ്യമാണ്, നിർബന്ധമാണ്. മനുഷ്യൻ്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. ഭൂലോകത്തിൽ നമ്മൾക്ക് പല ആവശ്യങ്ങളും വരും. അത് നമ്മൾ വിശദീകരിക്കേണ്ടില്ല, സമയം കൂടണ്ട. വി.എം. മൊയ്തീൻകുട്ടി സാഹിബ് ഹവലുകളെ, നിങ്ങളിപ്പോൾ സൂറത്ത് മാഇദ 55 നമ്പർ ആയത്താണിപ്പോൾ പറഞ്ഞത്. പക്ഷെ അത് ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. മാത്രമല്ല സൂറത്ത് 35 നമ്പറും ആയത്തും ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. സൂറത്ത് നിസായിൽ 64 നമ്പറും ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. സാധാരണ പേരോടൊക്കെ അങ്ങനെ പറ്റിയ ദുർവ്യാഖ്യാനങ്ങൾ നടത്താറുണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പം ഈ ആയത്ത് എന്താണ് ഇറങ്ങാനുള്ള പാശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ ജലാലിൽ ഒന്ന് പരിശോധിച്ച് നോക്ക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോയപ്പോൾ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയാസം, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു മുസ്ലിം
മുസ്ലിമായാൽ നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ സ്വാഭാവികമായിട്ടും ബഹിഷ്കരിക്കുമല്ലോ. അതേ ഒരു നിലപാടാണ് അദ്ദേഹത്തെ ബഹിഷ്കരിച്ചപ്പോൾ ആ പ്രയാസം പ്രവാചകൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്ന ജനങ്ങളും എന്നെ ബഹിഷ്കരിച്ചിരിക്കുന്നു, വിഷമമുണ്ട്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ഇന്നമാ വലിയകുമല്ലാഹ്. ആയത്തിറങ്ങുന്നത് എന്തിന് വേണ്ടിയിട്ടാണ്? പ്രവാചകരെ എന്തിനാണ് വിഷമിക്കുന്നത്? അള്ളാഹു സഹായില്ലേ? റസൂലും അള്ളാഹിൻ്റെ റസൂലുമില്ലേ? പിന്നെ മോമിനങ്ങളായ ആളുകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പ്രയാസപ്പെടുക? ഇതാണ് ഇതിൻ്റെ ആ പശ്ചാത്തലം. പിന്നീട് നിങ്ങൾ പറഞ്ഞത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇവിടെ നിനക്ക് മാത്രം ആരാധിക്കുന്നതിനോട് മാത്രം സഹായം ചോദിക്കാം. അത് അള്ളാഹു അല്ലേ പറഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ കലാമല്ലേ അത്? അള്ളാഹുവിൻ്റെ സംസാരമല്ലേ? അതേ അള്ളാഹ് തന്നെയല്ലേ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാൻ പറഞ്ഞ ആയത്ത് സുഹൃത്തമായ 2. അപ്പം എന്തിൻ്റെ പേരിൽ ഇവിടെ ഒരു വാഗ്ദത്വം കൊടുത്ത്? പക്ഷെ മനുഷ്യരായ ആളുകൾക്ക് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കുട്ടി അവരുകളെ, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ലോകത്തിലേക്ക് സൃഷ്ടിച്ചയച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ? മനുഷ്യൻ ജീവിക്കണ്ടേ? ഇവിടെ മനുഷ്യന് ജീവിക്കണ്ടേ? പക്ഷെ ഇവിടെ മറ്റുള്ള മനുഷ്യനോട്, അതായത് അനുവദിക്കപ്പെട്ട നിലപാട്, ജീവിച്ചിരിപ്പുള്ള മരിച്ചവരോടല്ല, മരിച്ച മയ്യത്തിനോടല്ല ഇവിടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ ജീവിച്ചിട്ടുള്ള മനുഷ്യരോട്, മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അത് വേണ്ടേ? അത് നിങ്ങൾ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട എന്ന്, മനുഷ്യൻ്റെ സഹായം വേണ്ട എന്ന് പറ. അള്ളാഹു ഒത്തിരി നല്ല ഒരു ഓപ്ഷൻ തന്നിട്ട് അത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നത്? ഇതാരാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നത്? ഈ പേരോട് തന്നെയാണോ? ഈ പേരോടാണ് ഈ കേരളക്കരയിൽ ബഹുദൈവ ആരാധന വിതര മനുഷ്യൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പേരോടായിരിക്കും നമ്മുടെ ഈ കാന്തപുരത്തിനെ ഈ രൂപത്തിലേക്കാക്കിയത്. ലോകം നിയന്ത്രിക്കുന്നത് അള്ള എല്ലാ അർവാഹികളാണെന്ന് പറഞ്ഞിട്ടല്ലേ? ഇതല്ലേ? എന്താ എൻ്റെ മൊയ്തീൻകുട്ടി സാഹിബ് അവരുകളെ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കുറച്ച് ബോധവൽക്കരണം പല ലോകത്തിനെ ഭയന്നുകൊണ്ട് സംസാരിക്കുക. VM മൊയ്തീൻകുട്ടി അവരുകളെ, നിങ്ങളില്ലേ പറഞ്ഞിരിക്കുന്നത് 2 മിനിറ്റിൽ കൂടാൻ പാടില്ല. നിങ്ങൾ തന്നെ ഇപ്പം 4 മിനിറ്റ് സംസാരിച്ചത്. ശരി, ഇരിക്കട്ടെ. നിങ്ങൾ സുഹൃത്ത് മായിദയിൽ പറഞ്ഞ 55-ാം നമ്പർ ആയത്തിൻ്റെ വിശദീകരണം തന്നു, ജലാലിലുള്ള വിഷയം തന്നു. പിന്നീട് എന്നിട്ടും അവിടെ അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ തെളിവ്, അവിടെ എവിടെയാ തെളിവുള്ളത്? ഏത് മുഫസ്സിലാ കൊടുത്താൽ? നിങ്ങളൊന്ന് എന്നോട് പറ, ഇന്ന മുഫസ്സിലിങ്ങൾ അതിന് തെളിവ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സുഹൃത്തുമാർ 55-ാം നമ്പർ ആയത്തിലുണ്ടെന്ന് നിങ്ങൾ പറ, തെളിയിക്കൂ. നിങ്ങളൊന്ന് ആ മുഫസ്സിലുകളെ പറഞ്ഞത് നിങ്ങൾ അയച്ചു തരും. മനസ്സിലായില്ലേ? അപ്പം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നീട് അത് ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ശിർക്കായ ആയത്തുകൾ ഞാൻ ഓതാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഫാത്തിഹനെ തന്നെ പിടിച്ച് നിൽക്കണ്ട. അത് നമുക്ക് ലോകജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരക്കുന്ന സമയത്ത് നമ്മൾക്ക് ഓതാനുള്ള ഫാത്തിഹ സൂറത്താണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നു മറ്റാരെയോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ശിർക്കെന്ന് വ്യക്തമാക്കുന്ന ആയത്തുകൾ ഞാൻ തരാം നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? പക്ഷെ അതേ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിൽ ഒന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുന്നതെങ്കിൽ സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിൻ്റെ, ആരാധനയുടെ ഒരു ഭാഗമാണ് താനും. ഇതാണല്ലോ ഇമ്പിച്ചിക്കോയ പറഞ്ഞു. ആരാണ് ഇമ്പിച്ചിക്കോയ?
അങ്ങനെ എന്തെന്നാണ് നിങ്ങൾ എന്ത് നിങ്ങൾ പ്രമാണ അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നത്? ഇൻഷാ അല്ലാഹ് ഞാൻ സമയം കൂട്ടുന്നില്ല.